നിലമ്പൂർ മരുത ഗവൺമെന്റ് ഹൈസ്കൂളിലെ 4 ബൂത്തുകളിൽ കനത്ത പോളിംഗ് ആണ് നടക്കുന്നത്. പ്രധാന മുന്നണികൾക്ക് മാത്രമല്ല, ചെറു പാർട്ടികൾക്കും ഇവിടെ ബൂത്തുകളുണ്ട്. PV അൻവറിന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്നത് മരുതയിൽ നിന്നായിരിക്കുമെന്ന് TMC നേതാവ് EA സുഗു പറഞ്ഞു. സാജിദ് അജ്മലിന്റെ റിപ്പോർട്ട്. വാശിയേറിയ പോരാട്ടം നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞാനുള്ളത് മരുത സ്കൂൾ കുന്നിലാണ് ഉള്ളത്. ഈ പല ബൂത്തുകളിലൂടെയും സഞ്ചരിക്കുമ്പോൾ LDFന്റെയും UDFന്റെയും ബൂത്തുകൾ പുറത്ത്, അതായത് പോളിംഗ് നടക്കുന്നതിന് തൊട്ട് പുറത്തായി ചെറിയ ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ പലയിടത്തും PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെയും ഉണ്ട്. പക്ഷേ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് വളരെ ഗ്രാമീണമായ ഒരു മേഖലയാണ്. ഇവിടെ എല്ലാ പാർട്ടികൾക്കും അവരുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. SDPയുടെ ഈ ബൂത്താണ് കാണുന്നത്. ഇതുകൂടാതെ കുറച്ച് തൊട്ട് അപ്പുറത്തായി കോൺഗ്രസിൻ്റെ UDFൻ്റെ ഉണ്ട്, അതിനപ്പുറത്ത് LDFൻ്റെ ഉണ്ട്. ഇവിടെ ഇതാ PV അൻവറിൻ്റെ TMCയുടെ ഈ ബൂത്ത് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഈ BJPക്കും ഉൾപ്പെടെ എല്ലാവർക്കും, അതായത് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയാവുന്ന രീതിയിൽ എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം ഈ TMCയുടെ നേതാവ് സുഗു ചേരുന്നുണ്ട്. സുഗുവിൻ്റെ ബൂത്ത് കൂടി ആണിത്. നിങ്ങളുടെ നാടാണ്? അതെ അതെ, മരുതയാണ്. വഴിക്കട പഞ്ചായത്തിലെ മരുതയാണ്. എങ്ങനെയുണ്ട്? നല്ല ഉഷാറാണ്. അൻവറിന് അനുകൂലമായിട്ടുള്ള വോട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒട്ടുമുക്കാൽ ഒരു 90% വോട്ടുകൾ വന്നു കഴിഞ്ഞു. ബാക്കിയുള്ള ആളുകളെ കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തകർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൻവർ ഇപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? അങ്ങനെ പറയുന്നുണ്ടോ? അല്ല, അങ്ങനെ ഇപ്പോൾ ഒരു അൻവർ ജയിക്കാൻ സാധ്യതയില്ലാത്തൊരു സ്ഥാനാർത്ഥിയാണെന്നുള്ളത് അൻവറിന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരാളും ചിന്തിക്കണില്ല. അൻവർ തീർച്ചയായിട്ടും ജയിച്ചു കയറും. അതിനനുസരിച്ചുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ആളുകളെ വിശ്വാസം. അത് തന്നെയാണ്. ഞാൻ പല ബൂത്തുകളിലൂടെയും പോയി. അവിടെ LDFനും UDFനും പലയിടത്തും മിക്കയിടത്തും അൻവറിനും ഈ ചെറിയ ബൂത്ത് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവരും SDPI BJP തുടങ്ങിയ എല്ലാവർക്കും ഉണ്ട്. ഇവിടെ അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു സാന്നിധ്യമുള്ള സ്ഥലമാണോ? അല്ല, അത് എന്താന്ന് വെച്ചാൽ കാലങ്ങളായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. അവർക്കൊക്കെ കാൻഡിഡേറ്റുകളും ഉണ്ട്. ആ കാൻഡിഡേറ്റുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ അവരെ പ്രവർത്തനം സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. പക്ഷെ അവരുടെ ഇടയിൽ നിന്നൊക്കെയാണ് ഞങ്ങൾക്ക് വരാനുള്ള വോട്ടുകൾ. അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് നേരിട്ട് ബോധ്യമാവുന്നുണ്ട് കാര്യങ്ങൾ. അതായത് അൻവറിന് LDFന്നും UDFന്നും BJPയിൽ നിന്നും SDPയിൽ നിന്ന് എല്ലായിടത്തും വോട്ട് വരും. അതെ, അൻവർ ഉയർത്തിയൊരു പ്രശ്നം ജനുവൽ പ്രശ്നമാണ്. അത് SDPക്കാരെന്നോ BJPക്കാരെന്നോ UDFക്കാരെന്നോ വേർതിരിവില്ലാതെ സാധാരണ ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ്. ആ പ്രശ്നം ആയതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആളുകൾ അൻവറിനെ സഹായിക്കുക എന്നുള്ളൊരു നിലപാടിക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും സുഗു ഉൾപ്പെടെയുള്ള TMC പ്രവർത്തകർ വലിയ ആത്മവിശ്വാസത്തിലാണ് ഉള്ളത്. വളരെ ചെറിയൊരു ഗ്രാമമാണ്, പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു ശക്തമായൊരു സാന്നിധ്യം കൂടി ഉള്ള ഒരു മേഖലയാണ് മരുത സ്കൂൾ കുന്ന്.